അയല, മത്തി, മാന്തൽ, കോര ഇങ്ങനെയുള്ള ഡെയിലി നമ്മൾ കാണുന്ന മീനുകളുടെ പേരുകൾ ഓർത്തു വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഫണ്ണി ട്രിക്കിലൂടെ 12 മീനുകളുടെ പേരുകൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നീട് ഈ 12 മീനുകളുടെ പേരുകൾ മറക്കില്ല. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ മീനാണ് അയല. എന്താണ് അയല? അയല എന്ന് പറയുന്ന മീനിന് നമ്മൾ വിളിക്കും മാക്രൽ. ഇംഗ്ലീഷിൽ മാക്രൽ എന്ന് പറയുന്നത് മാക്രൽ. ഇനി എങ്ങനെ ഓർത്ത് വെക്കാൻ നോക്കാം. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഒരു ട്രിക്ക് ഉണ്ട്. അതാണ് നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന മീൻ അയല. നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന മീൻ അയല. അപ്പോ മക്കൾ എന്ന് പറയുന്ന വേർഡിലാണ് ട്രിക്ക് കിടക്കുന്നത്. എന്താണ് മക്കൾ? മക്രൽ. അയല എന്ന് പറയുന്ന മീനിന്റെ ഇംഗ്ലീഷ് വേർഡാണ് മാക്രൽ. അപ്പൊ മാക്രൽ എന്ന് പറയുന്ന വേർഡും മക്കൾ എന്ന് പറയുന്ന വേർഡ് രണ്ടും എന്തായി കണക്ട് ആക്കി അല്ലെ? കണക്ക്. മക്രൽ സെയിം അല്ലേ? മക്രൽ എന്നല്ല അതിന്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ. ആദ്യം ഒന്ന് ഓർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മക്രൽ എന്ന് പറയാ. എന്നിട്ട് മക്രലിന് അതിന്റെ യഥാർത്ഥ പ്രൊനൗൺസിയേഷനിലേക്ക് വരിക. മാക്രൽ. അപ്പൊ അതാണ് മക്കൾ. മക്രൽ എന്നിട്ട് മാക്രൽ. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക്. എന്താണ്? നമ്മുടെ മക്കൾ ഇഷ്ടപ്പെടുന്ന മീൻ ഏതാണ്? മാക്രൽ. എന്താണ്? മാക്രൽ, അയല. ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രിക്കാണ് എന്ത്? മത്തിക്ക്. മത്തി എന്ന് പറയുന്ന മീനിന് നമ്മൾ പറയും സാർഡിൻ. എന്താ പറയാ? സാർഡിൻ എന്ന് പറയാം. സാർഡിൻ. നിങ്ങൾ വീട്ടിൽ വരുന്നു. ആ ട്രിക്ക് എന്താണ്? ട്രിക്കാണ് സാരമില്ല എന്നും മത്തിയാണ്. നിങ്ങൾ വീട്ടിൽ വരുന്നു, ചോദിക്കുന്നു ഇന്ന് എന്താണ് മീന്? അപ്പോ പറയാണ് മത്തിയാണ്. ഓ, ഇന്നും മത്തിയാ. അപ്പൊ അച്ഛൻ പറയാണ് സാരല്ല ഇന്നും മത്തിയ. സാരമില്ല. സാഡിൻ ഉണ്ടോ? സാരല്ല സ്റ്റാർട്ടിങ് ഇല്ലേ? ചില ആളുകൾക്ക് വേർഡുകളുടെ സ്റ്റാർട്ടിങ് കിട്ടിയാൽ മതി. തുടക്കം സ്റ്റാർട്ടിങ് കിട്ടിയാൽ വേർഡ് വരും അല്ലേ? സാരമില്ല, സാർഡിൻ. സെയിം അല്ലേ? സാരല്ല, സാർഡിൻ. ക്ലിയർ? ഓക്കെ, അങ്ങനെ നമുക്ക് നേരം ഓർത്തു വെക്കാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ ഒരു 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ 12 മീനുകളുടെ പേര് മറക്കില്ല, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് കാണുക. ഇനി നമ്മുടെ മൂന്നാമത്തെ ട്രിക്കാണ് എന്ത്? മാന്തൽ. എന്താണ് മാന്തൽ? എന്താ പറയാ? നാവ് മീനാണ് മാന്തൽ. നാവ് മീനാണ് മാന്തൽ. നാവ് എന്താ പറയാ? ഇത് പറയും ടങ് ഫിഷ്. എന്താണ്? ടങ് ഫിഷ്. അപ്പൊ മാന്തലിന് ടങ് ഫിഷ് എന്ന് പറയാറുണ്ട്. അതുപോലെ സോൾ ഫിഷ് എന്ന് പറയാം. എന്താ പറയാ? സോൾ ഫിഷ്. ഓക്കെ, സോൾ ഫിഷ്. ഇവിടെ നാവ്. നമ്മുടെ നാവിന് എന്താ പറയാ? നാവിന് ടങ് എന്നല്ലേ? നാവ്, ടങ്. നമ്മുടെ മാന്തൽ നമ്മുടെ നാവ് പോലെയാണ് അല്ലേ? സെയിം കളർ, സെയിം ഒക്കെ സെയിം ആണ് അല്ലേ? കറക്റ്റ് നാവിനെ പോലെ ആയതുകൊണ്ടാണ് പറയുന്നത് ടങ് ഫിഷ്. എന്താ പറയാ? ടങ് ഫിഷ്. ഓക്കെ, സിമ്പിളാണ്. എന്താണ്? നമ്മുടെ മൂന്നാമത്തെ ട്രിക്കാണ് നാവ് മീനാണ് മാന്തൽ. എന്ന് വെച്ചാൽ മാന്തൽ നമ്മുടെ നാവ് പോലെയാണെന്നുള്ളത്. അത് ടങ് ഫിഷ് ആണ്. ടങ് ഫിഷ്. ഇനി നമ്മുടെ നാലാമത്തെ ട്രിക്കാണ് എന്ത്? സൽമാന്റെ മീൻ കോര. സൽമാന്റെ മീനാണ് കോര. സൽമാന്റെ ഫേവറേറ്റ് മീനാണ് കോര. സൽമാന്റെ മീനാണ് കോര. അപ്പൊ സൽമാൻ എന്ന് പറയുന്ന വേർഡിലാണ് ഈ ഒരു ട്രിക്ക് അടങ്ങിയിരിക്കുന്നത്. എന്താണ്? യെസ്, സാൽമൻ. കോരക്ക് ഇംഗ്ലീഷിൽ സാൽമൺ എന്ന് പറയാം. സാൽമൻ. എൽ പറയാറില്ല, എൽ സൈലന്റ് ആണ്. സാൽമൻ. അപ്പൊ ഓർക്കുക, ഓ സൽമാന്റെ മീൻ കോര. സൽമാൻ മീൻ കോര, സൽമാൻ, സാമൻ. എല്ലാം ഒഴിവാക്കുക. സൽമാനിൽ എല്ലാം ഒഴിവാക്കുക. സാമൻ എന്ന് പറയാ. സാമൻ എന്ന് പറയാം. ഓക്കെ, സാൽമൻ പറയരുത്. സാമൻ എന്ന് പറഞ്ഞാൽ കോര. കോരക്ക് സാമൻ എന്ന് പറയാം. അപ്പൊ ഓർത്ത് വെക്കാം. സൽമാൻ സാമൻ ഉണ്ടോ? ഓക്കെ, സൽമാൻ കോര ഉണ്ടോ എന്നാണ്.
ഇനി അടുത്താണ് മുത്തുപുള്ളിയാണ് കരിമീൻ. അടുത്താണ് കരിമീൻ. ഇനി കരിമീനെ ഓർത്തൊക്കെയുള്ള ഒരു ട്രിക്കാണ് എന്ത്? യെസ്, മുത്തുപുള്ളിയാണ് കരിമീൻ. മുത്തുപുള്ളിയാണ് കരിമീനോ? എന്താ? അതെ, എന്താ പറയാം, മുത്തില്ലേ, മുത്ത്. മുത്തിന് എന്താ പറയാ ഇംഗ്ലീഷിൽ? മുത്തിന് പറയും പേൾ അല്ലേ? എന്താ പറയാ? പേൾ. ഓക്കെ. പുള്ളിക്ക് എന്താ പറയാ? പുള്ളി പുള്ളി സ്പോട്ട്. അപ്പൊ എന്തായി? പേൾ സ്പോട്ട് അല്ലേ? കരിമീൻ, കരിമീൻ്റെ തൊലിയല്ലേ? കരിമീൻ്റെ തൊലിൻ്റെ മുകളിൽ ഒരുപാട് എന്ത് കാണാൻ പറ്റും? സ്പോട്ടുകൾ, പുള്ളികൾ കാണാൻ പറ്റും അല്ലേ? കരിമീൻ്റെ തൊലിയുടെ മുകളിൽ ഒരുപാട് സ്പോട്ടുകൾ, പുള്ളികൾ കാണാൻ പറ്റും. ഓരോ പുള്ളികളും മുത്ത് പോലെയാണ്. എന്താണ്? ഓരോ പുള്ളികളും മുത്ത് പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മുത്ത് പറഞ്ഞത് ആദ്യം. പേൾ സ്പോട്ട്, മുത്തുപുള്ളി. അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ട്രിക്കാണ് മുത്തുപുള്ളിയാണ് കരിമീൻ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയല്ലോ? അതെ. ഇനി അടുത്താണ് എന്ത്? യെസ്, നത്തോലി. അവന്റെ ഒരു ചെവിയിൽ നത്തോലി കുടുങ്ങി. അവന്റെ ഒരു ചെവിയിൽ നത്തോലി കുടുങ്ങി. അപ്പൊ ട്രിക്ക് കിടക്കുന്നത് ഒരു ചെവി എന്ന് ഈ പറയുന്ന ഈ ഒരു വേർഡിലാണ്. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളുടെ ഫ്രണ്ട് കുളിക്കാൻ പോവുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നത്തോലി ചെവിയിൽ കുടുങ്ങി. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാണ്, ഓ അവന്റെ ഒരു ചെവിയിൽ നത്തോലി കുടുങ്ങി. അവന്റെ ഒരു ചെവിയിൽ നത്തോലി കുടുങ്ങി. അപ്പൊ ചെവി എന്ന് പറയാം, ഓർത്തിട്ടാണ് ഇത് ആൻചെവി എന്ന് പറയാം. നത്തോലിക്ക് ഇംഗ്ലീഷിൽ ആൻചെവി എന്ന് പറയാം, ആൻചെവി. അപ്പൊ എങ്ങനെ ഓർത്ത് വെക്കാം? ചെവി ഇല്ലേ, ചെവി. ചെവിക്ക് സെയിം പറയാം, അത് തന്നെ പറയാം. ചെവി ഒരു കുഴപ്പമില്ല, ചെവിക്ക് തന്നെ പറയാം. ഓക്കെ, ഒന്നില്ലേ ഒരു, എന്താ പറയാ, അതിന് ഇംഗ്ലീഷ് വേർഡ് പറയാം ആൻ. ആൻ എന്ന് പറഞ്ഞാൽ ഒന്ന്. അവന്റെ ഒരു ചെവിയിൽ, അവന്റെ ഒരു ചെവിയിൽ. ഇനി ചെവി അതുപോലെ മലയാള വേർഡ് ഇവിടെ ഇതാ, ആൻ ഒന്ന് ചെവി. കണ്ടോ? അപ്പൊ എന്തായി? ആൻ ചെവി. ആൻ ചെവി. ആൻ ചെവി എന്ന് പറഞ്ഞാൽ നത്തോലി എന്നർത്ഥം. ആൻ ചെവി. ഓക്കെ, അപ്പൊ നത്തോലി മീനിന് നമ്മൾ പറയും ആൻ ചെവി എന്ന് പറയാം. ക്ലിയർ? അപ്പൊ 1, 2, 3, 4, 5, 6 അല്ലേ? ഈ 6 മീനുകളുടെ പേര് പറഞ്ഞില്ലേ? എന്താണ്? അയല, മക്കൾ, മക്കൾ, മക്രൽ, മേക്രൽ. യെസ്, മേക്രൽ. മത്തി, സാരൽ, സാരൽ, സാർഡിൻ, സാർഡിൻ. എന്താണ്? സാർഡിൻ. മൂന്നാമത് എന്താണ്? മൂന്നാമതാണ് നമ്മുടെ നാവ് മീൻ, മാന്തൽ അല്ലേ? നാവ്, നാവ്. ടങ്ക് ഫിഷ്, ടങ് ഫിഷ്. യെസ്, ടങ് ഫിഷ്. അതും ക്ലിയർ. അടുത്താണ് നമ്മുടെ സൽമാന്റെ കോര. സൽമാന്റെ മീൻ കോര, സൽമാൻ, സാമൺ. ഓ, സൽമാൻ, സാമൺ. ക്ലിയർ. അടുത്താണ് മുത്തുപുള്ളിയാണ് കരിമീൻ. കരിമീൻ, കരിമീൻ. കരിമീൻ്റെ തൊലിയിൽ ഒരുപാട് എന്തുണ്ട്? യെസ്, സ്പോട്ടുകളുണ്ട്. ഓക്കെ, എല്ലാ സ്പോട്ടുകളും മുത്ത് പോലെയാണ്. ഓക്കെ, മുത്തിന് പേൾ, പുള്ളിക്ക് സ്പോട്ട്. അപ്പോൾ എന്തായി? യെസ്, പേൾ സ്പോട്ട്. അതും ക്ലിയർ ആയി, പേൾ സ്പോട്ട്. അടുത്താണ് അവന്റെ ഒരു ചെവിയിൽ നത്തോലി കുടുങ്ങി. നത്തോലിക്ക് അവന്റെ ഒരു ചെവിയിൽ. അപ്പോൾ ഒന്നിന് പറയാ ആൻ ചെവി, സെയിം ആൻ ചെവി. യെസ്, ആൻ ചെവി, നത്തോലി. ഓക്കെ, ആൻ ചെവി. ഇനി നമ്മുടെ 7ാമത്തെ മീനാണ്, മീനുകളുടെ രാജാവാണ് അയക്കോറ. അയക്കോറയാണ് നമ്മുടെ 7ാമത്തെ മീൻ. മീനുകളുടെ രാജാവാണ് അയക്കോറ. അപ്പൊ രാജാവ് എന്ന് പറയുന്ന വേർഡിലാണ് ഇതിന് ട്രിക്ക് നടക്കുന്നത്. നമുക്കറിയാം രാജാവ് എന്താ പറയാ? കിങ് എന്ന് പറയും അല്ലേ? നമ്മള് കിങ്, കിങ് ഫിഷ്. അയക്കോറ എന്ന് പറയും കിങ് ഫിഷ്. രാജാവ്, കിങ് ഫിഷ്. മീനുകളുടെ രാജാവാണെന്ത്? കിങ് ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ, അയക്കോറ. ഇനി അടുത്താണ് നമ്മുടെ 8ാമത്താണ്, പ്രാവ് ചെമ്മീൻ കഴിക്കില്ല. ചെമ്മീൻ എന്ന് പറയുന്ന മീനിന്റെ ഇംഗ്ലീഷ് ആണ് എന്ത്? പ്രോൺ എന്ന് പറയുന്നത്. പ്രോൺ. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കാനുള്ള ട്രിക്കാണ് പ്രാവ് ചെമ്മീൻ കഴിക്കില്ല. പ്രാവ് ചെമ്മീൻ കഴിക്കില്ല. അപ്പൊ പ്രാവ് എന്ന് പറയുന്ന വേർഡിലാണ് ആ ട്രിക്ക് കിടക്കുന്നത്. പ്രാവ്, പ്രാ സൗണ്ട് ഒന്നില്ലേ? പ്രാവ്, പ്രോൺ. ചെമ്മീൻ എന്ന് പറയാ, പ്രോൺ എന്ന് പറയും. അപ്പൊ പ്രാവ്, പ്രോൺ, രണ്ടും പ്രായി, പ്രാവ്, പ്രോൺ, പ്രോൺ. ഓക്കെ, അപ്പൊ പ്രാവ് ചെമ്മീൻ കഴിക്കില്ല. പ്രാവ് ചെമ്മീൻ കഴിക്കില്ല, ചെമ്മീൻ കഴിക്കില്ല. പ്രാവ്, പ്രോൺ. ഓ, പ്രോൺ. അപ്പോൾ പ്രാവ് എന്ന് പറയുന്ന വേർഡിലൂടെ നമുക്ക് പ്രോൺ കിട്ടും. ഇനി അടുത്താണ് ആവോലി. ആവോലിക്ക് എന്താ പറയാ? ആവോലിക്ക് പറയും പോംഫ്രെറ്റ്. എന്താ പറയാ? പോംഫ്രെറ്റ്. ആവോലിയുടെ കൂടെ പാമ്പ് ഫ്രൈ. പാമ്പ് ഫ്രൈ, പാമ്പിന് ഫ്രൈ കഴിക്കുക, പാമ്പ് ഫ്രൈ. അതിന്റെ കൂടെ ആവോലിയുടെ കൂടെ പാമ്പ് ഫ്രൈ. ട്രിക്ക് കേട്ടോ. ഓക്കെ, ആവോലിയുടെ കൂടെ പാമ്പ് ഫ്രൈ. അപ്പൊ പാം ഫ്രൈ. ഒന്ന് കൂട്ടി വായിച്ചു നോക്കൂ. പാം ഫ്രൈ, പാം ഫ്രൈ, പാം ഫ്രൈ, പാംഫ്രെറ്റ്. പാംഫ്രെറ്റ്.
ഓക്കെ. പാം ഫ്രൈ, പാം ഫ്രൈ, പാം ഫ്രൈ, പാം ഫ്രൈറ്റ്. കറക്റ്റ്. പാം ഫ്രൈ, പാം ഫ്രൈറ്റ്. ഓക്കെ. ഇത് മറക്കരുത്. ആവോലിയുടെ കൂടെ പാം ഫ്രൈ, ആവോലിയുടെ കൂടെ പാം ഫ്രൈ, പാം ഫ്രൈറ്റ്, പാം ഫ്രൈറ്റ്. ഇനി അടുത്താണ് ഷീലാഫ്. ഷീലാഫ് എന്ന് പറയുന്ന മീനുണ്ടല്ലോ. ഷീലാഫ് വാരിക്കൂട ട്രിക്ക് കേട്ടോ. വാരിക്കൂട എന്ന് പറയുന്ന ആ ഒരു വേർഡിലാണ് ട്രിക്ക് കിടക്കുന്നത്. ഷീലാഫ് എന്ന് പറയുന്ന മീനിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ബാരക്കൂട. എന്താ പറയാ? ബാരക്കൂട, ബാരക്കൂട. ഒരാളിങ്ങനെ ഒരുപാട് ഷീലാഫ് മീനിങ്ങനെ വിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരാൾ വരുന്നത്. ആ ആള് വന്നിട്ട് ഈ മീനുകൾ കണ്ടപ്പോൾ കൺട്രോൾ പോയി. അയാൾ കൈയിട്ട് വാരാൻ നിൽക്കുകയാണ്. കൈയിട്ടിട്ട് വാരാൻ നിൽക്കണം. എല്ലാം കൂടി വാരട്ടെ, വാരുക എന്ന് പറയാം. വാരൂല നമ്മൾ. കൈയിട്ട് വാരല്ലേ, 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 വാരിക്കൂട, വാരിക്കൂട, വാരിക്കൂട. അപ്പൊ വാരിക്കൂട, ആ മീൻ വാരല്ലേ, വാരിക്കൂട. വാരിക്കൂട എന്ന് പറയുന്ന രീ ഉണ്ടല്ലോ, രായി കൊടുക്കുക. വാരക്കൂട. ഇത് ഇവിടെ വാണ്, ഇവിടെ ബാട്ടോ. ബാരക്കൂട, 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 ബാരക്കൂട. ഷീലാബ് ബാരക്കൂട, ഷീലാബ് ബാരക്കൂട. അപ്പൊ ഷീലാബിന് ബാരക്കൂട എന്ന് പറയാം. ബാരക്കൂട ഓർത്ത് വെക്കാൻ. കൈയിട്ട് വാരുക, വാരിക്കൂട. വാരിക്കൂട, വാരിക്കൂട, ബാരക്കൂട, ബാരക്കൂട. അപ്പോൾ ഈ ഒരു വേർഡിലാണ് ട്രിക്ക് കിടക്കുന്നത്. ഇതൊരു ഫണ്ണി ട്രിക്ക് കേട്ടോ, ഓർത്ത് വെക്കാനുള്ള ഫണ്ണി ട്രിക്കാണ്. ഇനി അടുത്താണ് ചൂര. ചൂര എന്ന് പറയുന്ന വേർഡിന്റെ മീനിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്യൂണ. ചൂരക്ക് ട്യൂണ എന്ന് പറയാം, ട്യൂണ. അപ്പൊ പറയാം, യെസ്, ട്രിക്കാണ്. ചൂര ട്യൂഷൻ പഠിക്കാൻ പോയി. പിന്നെ ട്യൂഷൻ പഠിക്കാൻ മീനുകളെ. ചൂര ട്യൂഷൻ പഠിക്കാൻ പോയി. ചൂര ട്യൂഷൻ പഠിക്കാൻ പോയി. അപ്പൊ ട്യൂഷൻ എന്ന് പറയുന്ന വേർഡിലാണ് ട്രിക്ക് കിടക്കുന്നത്. ട്യൂഷൻ എന്ന് പറയുന്ന വേർഡിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലേ, ട്യൂഷൻ, ട്യൂണ. ചൂര ട്യൂഷൻ പഠിക്കാൻ പോയി. ചൂര ട്യൂണ. ഓക്കെ, ട്യൂണ. ക്ലിയർ? ട്യൂണ. ഓക്കെ. അപ്പോൾ എന്താണ് ചൂര എന്ന് പറയുന്ന മീനിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്യൂണ. ഇനി അടുത്താണ് ചെമ്പല്ലി ഒരു വിരൽ ഞൊട്ടുന്നവനാണ്. ചെമ്പല്ലി ഒരു വിരൽ ഞൊട്ടുന്നവനാണ്. വിരൽ ഞൊട്ടരുത്, വിരൽ ഞൊട്ടുക. ഇനി വിരൽ ഞൊട്ടുക എന്താ പറയാ? സ്നാപ്പ് എന്ന് പറയാം. എന്താ പറയാ? സ്നാപ്പ്. ഉണ്ടോ? സ്നാപ്പ്, സ്നാപ്പ്. ഡോണ്ട് സ്നാപ്പ്. വിരൽ ഞൊട്ടല്ലേ എന്ന് പറയല്ലേ. സ്നാപ്പ് എന്ന് പറഞ്ഞാൽ വിരൽ ഞൊട്ടുക. അപ്പൊ വിരൽ ഞൊട്ടുന്ന ആളെന്ന് പറയാ സ്നാപ്പർ എന്ന് പറയും. എന്താ പറയാ? സ്നാപ്പർ. ഓക്കെ. എന്ന് പറയാ സ്നാപ്പർ. സ്നാപ്പർ മീൻസ് വിരൽ ഞൊട്ടുന്നവൻ. ചെമ്പല്ലി ഒരു വിരൽ ഞൊട്ടുന്നവനാണ്. ചെമ്പല്ലി ഒരു വിരൽ ഞൊട്ടുന്നവൻ എന്ന് പറയുമ്പോൾ വിരൽ ഞൊട്ടുന്നവൻ എന്ന് പറയാ സ്നാപ്പർ എന്ന് പറയും. സ്നാപ്പർ. ഇനി ചെമ്പല്ലി ചുവപ്പാണെങ്കിലോ കളർ നോക്കാം. കളർ ചുവപ്പാണെങ്കിൽ റെഡ് പറയാം, റെഡ് സ്നാപ്പർ. വൈറ്റ് ആണെങ്കിലോ വൈറ്റ് ഉണ്ട്. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് സ്നാപ്പർ. വൈറ്റ് ആണെങ്കിൽ വൈറ്റ് സ്നാപ്പർ. റെഡ് ആണെങ്കിലോ റെഡ് സ്നാപ്പർ. ഓക്കെ. അപ്പൊ സ്നാപ്പർ എന്നുള്ള വേർഡാണ് എന്താ പറയാ? ചെമ്പല്ലി പോലെ സ്നാപ്പർ. ചെമ്പല്ലി വിരൽ ഞൊട്ടുന്നവൻ. അപ്പൊ ചെമ്പല്ലി ഒരു വിരൽ ഞൊട്ടുന്നവനാണ്. ചെമ്പല്ലി എന്താണ്? സ്നാപ്പർ. ഓക്കെ, സ്നാപ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ 12 മീനുകളുടെ പേരുകളാണ് ഓർത്ത് വെച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊരു 2 തവണയെങ്കിലും 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീനുകളുടെ പേര് മറക്കില്ല. മറന്നാൽ നിങ്ങൾക്ക് ഓർക്കാം, അയല, മക്കൾ, മത്തി, സാരമില്ല, മാന്തൽ, നാവ് മീൻ, കോര, സൽമാന്റെ കോര. ഇതുപോലെ എല്ലാ ട്രിക്കുകളും ഓർത്ത് വെച്ചാൽ സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.